ഹലോ, അപ്പം നമുക്കിന്നൊരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇപ്പം അത്യാവശ്യം റീൽസിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കേട്ടോ. അവരതിന് പറഞ്ഞത് എന്താ, വാഴപ്പഴം പുതപ്പിച്ചത്. വാഴപ്പഴം പതപ്പിച്ചത്. അപ്പം അതെന്തെങ്കിലും ആവട്ടെ, നമുക്കിപ്പോൾ കഴിച്ചാൽ പോരായോ. അപ്പം നമുക്ക് അതിനായിട്ട് വേണ്ടത് ചക്കപ്പഴം, പഴുത്ത ചക്കപ്പഴവും ഏത്തപ്പഴവും. നല്ല മധുരമുള്ള ചക്കപ്പഴം ആണെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. അപ്പൊ നമുക്ക് അത് രണ്ടും ഒന്ന് നുറുക്കിയെടുക്കണം കേട്ടോ. എത്രയും ചെറുതായിട്ട് നുറുക്കിയെടുക്കാവോ അത്രയും നല്ലത്. ഇപ്പൊ ഞാനിപ്പോ ഒരു മീഡിയം സൈസിലാണ് ആക്കിയെടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിക്കകത്തോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ ഒരു പാൻ എടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നെയ്യേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ബട്ടർ ഉണ്ടെങ്കിൽ അതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അപ്പം അതനുസരിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം. ആ ചക്കപ്പഴം ഞുറുക്കിയ ആൾക്കൊരു അബദ്ധം പറ്റി, വലിയൊരു ചക്കപ്പഴം കിടക്കുന്നുണ്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചക്കപ്പഴം കുറച്ചൊന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നിടം വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുന്നത്, ഏത്തക്ക നമുക്ക് അതുപോലെ തന്നെ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനിടയ്ക്കൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നെയ്യ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് ആഡ് ചെയ്തോളൂ. അതെ ഗൈസ്, സത്യം വെളിപ്പെട്ടിരിക്കുന്നു. അപ്പം എന്താ, നമുക്കത് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇവർ പറഞ്ഞ ഞാൻ കണ്ടൊരു വീഡിയോയ്ക്കകത്ത് റെസിപ്പി കേട്ടോ. ആ വീഡിയോയ്ക്കകത്ത് ആ ഷെഫ് പറയുന്നത് എന്താ, ക്യാരമലൈസ് ചെയ്തിട്ട് നമ്മുടെ പഞ്ചസാര ഇല്ലേ, അത് ക്യാരമലൈസ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനാ പറയുന്നത്. നെയ്യില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ ക്യാരമലൈസ് പൊട്ടിച്ചിട്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും അല്ലാണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തു. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയില്ലേ, അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നമുക്ക് കുറുക്കി എടുക്കാം കേട്ടോ. ഞാനാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നമ്മുടെ പശുമ്പാലില്ലേ, അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. കുറച്ചും കൂടെ ഒന്ന് നീട്ടി കിട്ടണം എന്നുള്ളവർക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു കേട്ടോ, ഏലക്കാപ്പൊടി ഇട്ടില്ല. ഏലക്കാപ്പൊടി കൂടി ഇടണം കേട്ടോ. അപ്പം ഒരു ഫ്ലേവർ കിട്ടണമല്ലോ നമുക്ക്. അപ്പം ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു മണം. ഞാൻ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചക്ക പായസം ഒക്കെ ഇല്ലേ, നമ്മൾ ഈ ഏത്തക്ക കഴിക്കുന്ന ടൈമിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന, അയ്യോ ഏത്തക്ക ഇട്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ ഒരു ചക്കപ്പായസം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും. അതിനേക്കാളും ടേസ്റ്റാ. ഏത്തപ്പഴത്തിന്റെ ആ ഒരു ടേസ്റ്റ് കൂടി വരുമ്പോഴത്തേനും വേറൊരു രുചി വരുന്നുണ്ട്. തന്നെയല്ല, ക്യാരമലൈസ് ചെയ്ത് കൂടി ചേർത്തിരുന്നെങ്കിൽ അത് ഒന്നുകൂടി ടേസ്റ്റ് ആയേനെ. ക്യാരമലൈസ് ചെയ്തിരുന്നെങ്കിൽ തന്നെയല്ല, ബട്ടർ ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. പപ്പമ്മോനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പപ്പമ്മോനെ അതിന്റെ മുമ്പിൽ നിന്ന് മാറുന്നേ ഇല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ മഴക്കാലമൊക്കെ അല്ലേ, അപ്പം ചക്ക സീസൺ ഒക്കെ കഴിയുന്നതിന് മുന്നേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.